നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വിഷയങ്ങളിലും പല അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ അടയാളം, മാതാപിതാക്കളോട് സ്നേഹമുള്ളവരുടെ അടയാളം, ഈമാനുള്ള ആളുകളുടെ അടയാളം, ഇങ്ങനെ പല വിഷയങ്ങളിലും അടയാളങ്ങൾ പലപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി പരിശുദ്ധമായ ഹദീസുകളിൽ കാണാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ആളുകളുടെ 5 അടയാളങ്ങളാണ്. ഈ 5 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മുടെ ശരീരത്തിലുണ്ടോ, നമ്മുടെ സ്വഭാവത്തിലുണ്ടോ ഒന്ന് നമ്മൾ പരിശോധിക്കും. നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നമ്മൾ എടുത്തു മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഏതൊക്കെയാണ് പരാജയത്തിന്റെ 5 അടയാളങ്ങൾ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം, നമുക്ക് മനസ്സിലാക്കാം. മജ്ലിസ് മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ലിങ്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ വിജയിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. പരാജയം അനുഭവിക്കുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, കമന്റിലൂടെയും വാട്സപ്പിലൂടെയും മറ്റും. അല്ലാഹു എല്ലാവരുടെയും മനസ്സിന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. ഒരിക്കലും പരാജയം ആഗ്രഹിക്കുന്ന ഒരാൾ പോലും നമ്മുടെ കൂട്ടത്തിലുണ്ടാകൂല. അത് ദുനിയാവിലാണെങ്കിലും ശരി, ആഖിറത്തിലാണെങ്കിലും ശരി, വിജയം ആഗ്രഹിക്കുന്നവരാണ് നാം. വിജയിക്കാൻ, നമ്മുടെ മക്കൾ വിജയിക്കാൻ, നമ്മുടെ ഇണകൾ തുണകൾ വിജയിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾ വിജയിക്കാൻ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു മന്ത്രം, അത്ഭുതകരമായ ഒരു ദുആ, അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് പരാജയത്തിന്റെ ഒരു 5 അടയാളങ്ങൾ, ഈ 5 അടയാളങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അവൻ പരാജയപ്പെടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചതാണ്. അത് പരാജയത്തിന്റെ അടയാളമാണ്. ഈ 5 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ 5 അടയാളങ്ങളും നമ്മൾ മാറ്റുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിജയം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിലും വിജയിക്കണം, ആഖിറത്തിലും വിജയിക്കണം. ദുനിയാവിലും പരാജയപ്പെടാൻ പാടില്ല, ആഖിറത്തിലും പരാജയപ്പെടാൻ പാടില്ല. അതാണ് വിജയം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം. എങ്കിൽ പോലും ഏറ്റവും കൂടുതലായി നമ്മൾ കൊതിക്കേണ്ടത് ആഖിറത്തിലെ വിജയമാണ്. കാരണം ദുനിയാവ് നശ്വരമാണ്. ഈ ദുനിയാവിന്റെ വില എത്രത്തോളം ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആഖിറത്തിൽ പോകുമ്പോഴാണ്. ആഖിറത്തിൽ പോയി നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ ദുനിയാവിലേക്ക് നോക്കുമ്പോൾ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വലുപ്പം പോലും അല്ലെങ്കിൽ വില പോലും നമ്മുടെ മനസ്സിൽ ഈ ദുനിയാവിനുണ്ടാകില്ല എന്നാണ്. കൊതുകിന്റെ ചിറകിന്റെ വലിപ്പം എന്നുള്ളത് അതിനേക്കാൾ ചെറിയ ഉദാഹരണം കിട്ടാത്തതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം അറ്റമില്ലാത്ത ലോകത്ത് നമ്മൾ ചെന്ന് ഈ 60 വർഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, പടച്ച റബ്ബേ, ഇതിനു വേണ്ടിയാണോ ഞാൻ സങ്കടപ്പെട്ടത്? ഈ ഒരു അനുഗ്രഹം നീങ്ങിയതിന്റെ പേരിലാണോ ഞാൻ സങ്കടപ്പെട്ടത്? ഈ ഒരു പ്രയാസം വന്നതിന്റെ പേരിലാണോ ഞാൻ സങ്കടപ്പെട്ടത്? ഈ ഒരു സ്വപ്നം, ഈ ഒരു ആഗ്രഹം സഫലമാകാത്തതിന്റെ പേരിലാണോ ഞാൻ സങ്കടപ്പെട്ടത് എന്നോർത്തുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ മനസ്സാക്ഷിയോട് പരാതി പറയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിച്ച് കൂട്ടിയ വിഷയങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുമെന്നാണ്. അപ്പൊ അത്രത്തോളം നിസ്സാരമാണ് ഈ ദുനിയാവ്. അപ്പൊ ദുനിയാവിന്റെ വിജയം നമ്മൾ കൊതിക്കണം. എന്നാൽ ഏറ്റവും കൂടുതലായി നമ്മൾ കൊതിക്കേണ്ടത് പരലോകത്തിന്റെ വിജയമാണ്. മഹത്തുക്കൾ, മഹാനുഭാവന്മാർ, അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച പരാജയത്തിന്റെ 5 അടയാളങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ അടയാളം വഖാലൽ ഫുളൈലു റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ട ഇമാം ഫുളൈൽ റഹിമഹുല്ലാ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ അടയാളം അലാമത്തു ശഖാവ, പരാജയത്തിന്റെ അടയാളങ്ങളിലെ ഒന്നാമത്തെ അടയാളം ഖില്ലത്തുൽ ഹയാ, ലജ്ജ കുറയുക എന്നുള്ളതാണ്.
ലജ്ജ, നാണം കുറയുക എന്നുള്ളതാണ്. നമ്മൾ പരിശോധിക്കുക, നമ്മുടെ ശരീരത്തിൽ നാണമുണ്ടോ, നമ്മുടെ സ്വഭാവത്തിൽ നാണമുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ലജ്ജയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതൊരിക്കലും കുറയാൻ പാടില്ല. നമ്മളൊക്കെ ലജ്ജയുള്ളവരായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹാബാക്കളെ പഠിപ്പിക്കുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. മണിയറയിൽ ഇരിക്കുന്ന ഒരു പുതുമണവാട്ടിയെ പോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാണമുള്ളവയാളായിരുന്നു, ലജ്ജയുള്ളയാളായിരുന്നു എന്ന് സഹാബാക്കൾ വിശദീകരിക്കുകയാണ്. എന്ന് കരുതി എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ലജ്ജ ഉണ്ടാകണമെന്നല്ല. ലജ്ജ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. പ്രസംഗിക്കുന്നിടത്ത് ചില ആൾക്കാർ ഭയങ്കര മടിയാണെന്ന് പറയും, അത് പാടില്ല. അതുപോലെ സംശയം ചോദിക്കുന്നിടത്ത്, പഠിക്കുന്നിടത്ത്, ജോലി ചെയ്യുന്നിടത്ത്, സമ്പാദിക്കുന്നിടത്ത്, അങ്ങനെ എല്ലാ വിഷയത്തിനും ലജ്ജ പാടില്ല. പക്ഷെ ചില വിഷയങ്ങളിലൊക്കെ ലജ്ജ അത്യാവശ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ 70 ചില്ലാനം ശാഖകളാണ്. 70 ചില്ലാനം ശാഖകളായി പരന്നു കിടക്കുകയാണ്. അതിൽ ഏറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും ചെറുത് വഴിയിൽ നിന്ന് തടസ്സങ്ങൾ മാറ്റലാണ്. ഈ ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ പ്രവാചകൻ ഒരു സഹാബിയുടെ സമീപം നടന്നു പോവുകയാണ്, അൻസ്വാരികളിൽപ്പെട്ട സഹാബി. ആ സഹാബി തന്റെ സഹോദരനെ നീ എന്ത് നാണം കുടുങ്ങിയാണ്, നീ എന്ത് ലജ്ജയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ഉപദേശിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞൊരു മറുപടി നമുക്ക് പരിശുദ്ധമായ കിതാബുകളിൽ, ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, ദഅഹു, നീ അവനെ ഒഴിവാക്ക്, അവന്റെ സ്വഭാവമായി നടക്കട്ടെ, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം ഉപദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ വെറുതെ വിടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പൊ സംസാരിക്കുന്നിടത്ത്, പെരുമാറുന്നിടത്ത്, അതുപോലെ തമാശ പറയുന്നിടത്ത്, നമ്മുടെ സഹപ്രവർത്തകരാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യമാരാണെങ്കിലും മറ്റുള്ള ജനങ്ങളാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും ഒരു ലജ്ജ, എല്ലാം ഓപ്പണായി പറയുന്ന ചില സ്വഭാവം ചില ആളുകൾക്കുണ്ട്. അത് പാടില്ല. കുറച്ചൊക്കെ ലജ്ജയും നാണവും ആണൊക്കെ വേണം. അത് ഇല്ല എങ്കിൽ അത് കുറഞ്ഞു പോയാൽ അത് പരാജയത്തിന്റെ അടയാളമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ മുമ്പിൽ എന്നല്ല, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ലജ്ജ ഉണ്ടായിരിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഏറ്റവും ലജ്ജയുള്ള പെണ്ണായിരുന്നു. പെണ്ണിന്റെ സൗന്ദര്യം അത് ലജ്ജയാണ്. അവിടുത്തെ ഒളിവാക്കുന്നിടത്തൊക്കെ പ്രത്യേകം അത് ശ്രദ്ധ വേണം. ലജ്ജ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു അടയാളം, ലജ്ജ നീങ്ങുന്ന ഒരു അടയാളം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് പരാജയത്തിന്റെ അടയാളമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം ഖസ്വത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യം. ആരോടും ഒരു കരുണയില്ല, ആരോടും ഒരു റഹ്മത്തില്ല. ഏതെങ്കിലും ഒരു മരണം കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപകടം കേട്ട് കഴിഞ്ഞാൽ എന്ത് അപകടം, എന്ത് മരണം എന്നുള്ള ചിന്തയോടെ ഇരിക്കുക. ഖസ്വത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യം, അതുണ്ടാകാൻ പാടില്ല. ആളുകളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ കാണുമ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടാവണം. ഒരു രോഗികളെ കാണുമ്പോൾ കരുണയുണ്ടാകണം. പാവപ്പെട്ട ആളുകൾ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഒരു റഹ്മത്തുണ്ടാകണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുട്ടിയെ ചുംബിച്ചപ്പോൾ ഒരു കാട്ടറബി ചോദിച്ചു, അല്ല നബിയെ, തങ്ങളെന്തിനാണ് ഈ കുട്ടികളെ കാണുമ്പോൾ ചുംബിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ മനസ്സിന്റെ അകത്ത് ഹൃദയം നിന്റെ ഹൃദയത്തിന് കാഠിന്യമാണ് എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അപ്പൊ ഹൃദയ കാഠിന്യം നമ്മുടെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ, ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് പരാജയത്തിന്റെ അടയാളമാണ്. ഹൃദയ കാഠിന്യം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരോടും റഹ്മത്തുണ്ടാകണം, മനുഷ്യത്വം ഉണ്ടാകണം, കരുണയുണ്ടാകണം, പരിഗണനയുണ്ടാകണം. അത് വിജയത്തിന്റെ അടയാളമാണ്. അതില്ല എങ്കിൽ അത് പരാജയത്തിന്റെ അടയാളമാണ്. മൂന്നാമതായി ബഹുമാനപ്പെട്ട ഫുദൈൽ റഹിമഹുല്ലാഹ് അവിടുന്ന് പഠിപ്പിക്കുകയാണ്, പരാജയത്തിന്റെ മൂന്നാമത്തെ അടയാളം ജുമൂദുൽ ഐൻ, കണ്ണ് ഉറക്കുക എന്നുള്ളതാണ്. കണ്ണ് ഉറക്കുക എന്ന് പറഞ്ഞാൽ, കണ്ണുറച്ചു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന സ്വഭാവം, നരകത്തെ ഓർത്തുകൊണ്ട് കരയുന്ന സ്വഭാവം, ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്ന സ്വഭാവം, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ശിക്ഷയെ ഓർത്ത് പേടിച്ച് കരയൽ മാത്രമല്ല, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, മക്കൾ നൽകി, സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി, മറ്റു അനുഗ്രഹങ്ങൾ നൽകി, മക്കയിൽ ചെല്ലാൻ കഴിഞ്ഞു, ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞു, ഉംറ ചെയ്യാൻ കഴിഞ്ഞു, സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മൾ കരയണം. അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷയെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നമ്മൾ കരയണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല കരയാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ പടച്ച തമ്പുരാനെ ഓർത്ത് കരഞ്ഞാൽ, അത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ശിക്ഷയുടെ പേരിലോ കരഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണ്ണുനീർ തുള്ളി ഭൂമിയിലേക്ക് അടർന്നു വീണാൽ ആടിന്റെ അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് തിരിച്ച് ആടിന്റെ അകിടിലേക്ക് പ്രവേശിക്കാത്തതുപോലെ നരകം ഹറാമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ കരയാത്ത സ്വഭാവം, അതായത് ഉറച്ച കണ്ണ് നമുക്കുണ്ടെങ്കിൽ അത് പരാജയത്തിന്റെ അടയാളമാണ്. നമ്മൾ ഏറ്റവും ഒടുവിൽ കരഞ്ഞത് എപ്പോഴാണ്? പരിശുദ്ധമായ മക്കയിൽ പോയപ്പോൾ, മദീനയിൽ പോയപ്പോൾ, മുത്തുനബി തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യുമ്പോൾ ഈ സാധുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളി അടർന്നു വീണിട്ടുണ്ട്. അള്ളാഹു ആ ഒരു ഈമാൻ നിലനിർത്തി തരട്ടെ. അത് ഈമാനിന്റെ അടയാളമാണ്. മക്കയിൽ പോകുമ്പോൾ കരയണം, മദീനയിൽ പോകുമ്പോൾ കരയണം, പരിശുദ്ധമായ റമദാൻ വിട പറയുമ്പോൾ കരയണം, തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റ് നിന്ന് നമസ്കരിക്കുമ്പോൾ കരയണം. ഈ സമയങ്ങളിലൊക്കെ കരഞ്ഞിട്ടില്ലേ പിന്നെ എപ്പോഴാണ് നമ്മൾ കരയുക? അപ്പൊ കണ്ണ് ഉറക്കുക എന്നുള്ളത് അത് പരാജയത്തിന്റെ അടയാളമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് കരയുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഗുണം ചെയ്യും. ശാരീരികമായും ആത്മീയമായും ഭൗതികപരമായും ഒക്കെ ഗുണം ചെയ്യുന്ന വിഷയമാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഫുലൈൽ റഹിമഹുല്ലാഹ് അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നാലാമത്തെ വിഷയം അർ റഗ്ബത്തു ഫി ദുനിയ, ദുനിയാവിനോടുള്ള ആഗ്രഹം. ദുനിയാവ് ആസ്വദിക്കണം. പരലോകത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല, ആഖിറത്തിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങൾ ഇബാദത്തുകളിലൊക്കെ താല്പര്യക്കുറവ്. എന്നാൽ ഭൗതികപരമായ സുഖങ്ങൾ ആസ്വദിക്കുന്നതിൽ, കള്ളു കുടിക്കുന്നിടത്ത്, വ്യഭിചരിക്കുന്നിടത്ത്, ആഡംബര ജീവിതം നയിക്കുന്നിടത്തൊക്കെ ഭയങ്കര ആവേശം കാണിക്കുക എന്നുള്ളത് അത് പരാജയത്തിന്റെ അടയാളമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ദുനിയാവിനോടുള്ള ആഗ്രഹം, അമിതമായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ വആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ വിദേശിയെ പോലെ ജീവിക്കേണ്ട ഈ ദുനിയാവ് നമ്മൾ അത്ര സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിന് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹവും ആവേശവും, ദുനിയാവ് വെട്ടിപ്പിടിക്കാനും ദുനിയാവിന്റെ പച്ചപ്പ് കണ്ട് അത് ആസ്വദിക്കാനും അനുഭവിക്കാനും അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടും അധ്വാനവും ഒക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് പരാജയത്തിന്റെ അടയാളമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അഞ്ചാമത്തെ അടയാളം, പരാജയത്തിന്റെ അടയാളം നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നു, തൂലുൽ അമൽ, അമിതമായ ചിന്ത. അത് ദുനിയാവിന്റെ പേരിലാവട്ടെ, സമ്പത്തിന്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ ഈ ദുനിയാവോ അല്ലെങ്കിൽ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളോ ലഭിക്കാതെ പോകുമോ എന്ന വിഷയത്തെക്കുറിച്ചാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള ടെൻഷനിന്റെ പേരിലാവട്ടെ, വരാനിരിക്കുന്ന കാര്യത്തെ, ഭാവിയെക്കുറിച്ചുള്ള ആദി, അള്ളാഹുവെ എങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എൻ്റെ ജീവിതം എന്നുള്ള ആദിയുടെ പേരിലുള്ള ചിന്തയാകട്ടെ, കഴിഞ്ഞു പോയ ഏതെങ്കിലും വിഷമത്തിന്റെ പേരിലുള്ള ചിന്തയാവട്ടെ, ആഖിറത്തിന്റെ പേരിൽ നമുക്ക് ചിന്തിക്കണം, മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, ആഖിറത്തിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കണം. പക്ഷെ ദുനിയാവിന്റെ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അമിതമായ ചിന്ത, അമിതമായ ടെൻഷൻ, അമിതമായ ഖേദം, അമിതമായ ആദി, അതങ്ങനെ ചിന്തിച്ചു കൂട്ടി ഡിപ്രഷൻ അടിക്കുക എന്നുള്ളത് അത് പരാജയത്തിന്റെ അടയാളമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ 5 വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ 5 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ പരാജയത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1 ലജ്ജ കുറയുക എന്നുള്ളതാണ്, 2 ഹൃദയകാഠിന്യമാണ്, 3 കണ്ണുറക്കുക എന്നുള്ളതാണ്, 4 ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹമാണ്, 5 അമിതമായ ചിന്തയാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പരാജയത്തിന്റെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വിജയത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അത്ഭുതകരമായ പ്രാർത്ഥന നമ്മൾ 5 നേരം നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണം. നമ്മൾ എപ്പോൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നമ്മൾ അവസാനിപ്പിക്കരുത്. ഏറ്റവും അഫ്ളലായ പ്രാർത്ഥനയാണ്, അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ, വഖിനാ അദാബന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ എന്ന അത്ഭുതകരമായ പ്രാർത്ഥന നിരന്തരം നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.